എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടായിരുന്നു ജാമ്പയ്ക്ക. എൻ്റെ വീട്ടിലില്ലായിരുന്നു. സോ ഞാൻ അടുത്ത വീടുകളിൽ പോയിട്ടാണ് പറിച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. എല്ലാവർക്കും കുട്ടിക്കാലത്ത് അതായിരിക്കുമല്ലേ ഓർമ്മ. അതുപോലെ ഞാൻ കുട്ടിക്കാലത്ത് കൊണ്ട് നട്ട് വളർന്ന ഒരു ജാമ്പ മരമാണ് ഇത്. അപ്പോൾ അത് ഇങ്ങനെ കഴിഞ്ഞ വർഷം തൊട്ടാണ് കായ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് കായ്ച്ച് കിടക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്, സന്തോഷമാണ്. ഇനി ഈ ജാമ്പയ്ക്ക് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും വേണം അമ്മ അച്ചാറിടാൻ പറഞ്ഞു. സോ ഓക്കെ, അച്ചാറിടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ജാമ്പയ്ക്കെല്ലാം എടുത്ത് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വെച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പൊടികളായിട്ട് ഞാൻ എടുത്തിട്ട് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും. അടുത്തായി ഞാനൊരു പാൻ എടുത്തു. പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ ജാമ്പയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഈ ജാമ്പയ്ക്ക ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണം. ആ വറ്റി വരുന്ന കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് പോയി. ഇനി നമ്മൾ വേറൊരു ഇതിലോട്ട് മാറ്റുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സെയിം പാനിൽ തന്നെ ഞാൻ നല്ലെണ്ണ വീണ്ടും എടുത്തു, കടുക് പൊട്ടിച്ചു. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് വന്നതിന് ശേഷം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, കായം, ഉലുവപ്പൊടി, ഇത്ര പൊടിയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നോക്കുക. ഡ്രൈ ആയിട്ട് തോന്നുന്നു കുറച്ചുകൂടെ എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ ഈ ജാമ്പയ്ക്ക എല്ലാം ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ മസാല എല്ലാം ഈ ജാമ്പയ്ക്ക പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ഇത് വരും. ഇപ്പം എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവെന്ന് തോന്നിയുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് യൂട്യൂബിൽ എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. മേ ബി കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ. ഞാനത് നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ കൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ എനിക്ക് ഇനിയും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രചോദനം നിങ്ങളൊക്കെ കൂടെ തരണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എല്ലാം ആയിട്ടുണ്ട്, അച്ചാറായിട്ടുണ്ട്. ഈ സെർവിങ് ഡിഷിലോട്ട് നമുക്ക് മാറ്റാം.